Dear students, welcome to Learner's World. In this video, I'm going to talk about the Indian Constitution defended and interpreted by B.R. Ambedkar, FIUGP, VSc English, Science, Framing Values, Literary and Cultural Narratives for Science, 3rd semester, Calcutta University. B.R. Ambedkar was an Indian jurist, economist, social reformer and political leader. He is known as the architect of Constitution of India. ബി ആർ അംബേദ്കർ ഒരു ജൂറിസ്റ്റാണ്. അദ്ദേഹം ഒരു നിയമജ്ഞനാണ്, അതുപോലെ എക്കണോമിസ്റ്റാണ്, സോഷ്യൽ റിഫോമറാണ്, പൊളിറ്റിക്കൽ ലീഡറാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർക്കിടെക്റ്റ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. Then summary of the Indian Constitution defended and interpreted. This chapter features Ambedkar's concluding speech to the Constituent Assembly of India delivered on 25th November 1949, just days before the Constitution was formally adopted. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒരു കൺക്ലൂഡിങ് സ്പീച്ചാണ് അംബേദ്കർ നടത്തിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 25th November 1949 ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള, ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സ്പീച്ച് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റാണ്, ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? 26 January 1950 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. The text is excerpt from the chapter The Wise Democrat B.R. Ambedkar in Makers of Modern India by രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയുടെ വർക്കായിട്ടുള്ള ദ വൈസ് ഡെമോക്രാറ്റ് B.R. അംബേദ്കർ ഇൻ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റ്, ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ടെക്സ്റ്റ്. B.R. അംബേദ്കർ നടത്തിയിട്ടുള്ള ഒരു കൺക്ലൂഡിങ് സ്പീച്ചാണിത്. Dr. B.R. Ambedkar played an important role as the principal architect of the Constitution. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. Born into a Dalit family, he experienced discrimination, making him a resolute advocate for the rights of the marginalized. അദ്ദേഹം ഒരു ദളിത് ഫാമിലിയിലാണ് ബോൺ ചെയ്യുന്നത്, ഒരു ദളിതായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ഡിസ്ക്രിമിനേഷൻ, ദളിതായതുകൊണ്ട് തന്നെ ഒരുപാട് വിവേചനങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, അതായത് സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് വാദിച്ചിട്ടുള്ള, ഒരുപാട് മുന്നിൽ നിന്നിട്ടുള്ള, വോയിസ് ഉയർത്തിയിട്ടുള്ള ആളാണ് B.R. അംബേദ്കർ. അപ്പോൾ ഈ ഒരു വർക്കിൽ പറയുന്നത്, ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ആ ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ക്രെഡിറ്റ് നൽകിക്കൊണ്ട്, അവരുടെ കോൺട്രിബ്യൂഷനൊക്കെ ഇതിൽ എടുത്തു പറഞ്ഞുകൊണ്ട്, അതുപോലെ ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത്. The credit for the drafting process largely goes to Sir B.N. Rao, the constitutional advisor who worked tirelessly for 114 days developing new framework and accommodating various perspectives. അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സിന് മുന്നിൽ നിന്നിരുന്ന സർ B.N. റാവുവിനെയാണ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറാണ്. 141 ഡേയ്സ് അദ്ദേഹം ഈ ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വിവിധ വീക്ഷണകോണുകളിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. മിസ്റ്റർ S.N. Mukherjee, the chief draftsman, was instrumental in transforming complex proposals into clear legal language. അതുപോലെ തന്നെ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ചീഫ് ഡ്രാഫ്റ്റ്സ്മാനായിട്ടുള്ള മിസ്റ്റർ S.N. മുഖർജി. അദ്ദേഹം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രപ്പോസൽസ് ക്ലിയർ ആയിട്ടുള്ള, വളരെ വ്യക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതൊക്കെ അദ്ദേഹമായിരുന്നു. ദ ടാസ്ക് വാസ് ഫാർ ഫ്രം ഈസി, ഡിസ്ക്രൈബ്ഡ് ആസ് വെരി ഡിഫിക്കൽട്ട്. പിന്നീട് ഇതിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല, ഡിഫിക്കൽട്ട് ആയിരുന്നു. ദ പ്രസൻസ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി ഇൻസ്റ്റിൽ എ സെൻസ് ഓഫ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇനാബിളിംഗ് ദ സ്മൂത്ത് ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സിൽ
ആ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രസൻസ് എടുത്ത് പറയുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രസൻസ് തന്നെ ഒരു സെൻസ് ഓഫ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മെനി മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് മിസ്റ്റർ കമത്ത്, ഡോക്ടർ PS ദേശ്മുഖ്, മിസ്റ്റർ സിദ്വ, പ്രൊഫസർ സക്സേന പണ്ഡിറ്റ്, താക്കൂർദാസ് ഭാർഗവ എക്സെട്രാ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി. അതുപോലെ ഒരുപാട് മെമ്പേഴ്സിനെ ഇതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ സംഭാവനകൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫേസ്ഡ് ക്രിറ്റിസിസം പെർട്ടിക്കുലർലി ഫ്രം കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ്. പിന്നീട് ഇതിലൊരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഈ ഭരണഘടനയുടെ ആ ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സ് ആ ഒരു സമയത്ത് ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും സോഷ്യലിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാണ്ട്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലറ്ററൈറ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് തൊഴിലാളി സ്വേച്ഛാധിപത്യം, ആ ഒരു തൊഴിലാളികളുടെ ആ ഒരു സ്വേച്ഛാധിപത്യം ആണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്ന്, തൊഴിലാളി വർഗ്ഗക്കാരുടെ ആ ഒരു സ്വേച്ഛാധിപത്യമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് അവർ ആവശ്യപ്പെട്ടു. ദേ കണ്ടം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ പാർലമെൻ്ററി ഡെമോക്രസി. അവർ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറ്റം പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തൊഴിലാളി വർഗ്ഗങ്ങളുടെ ഒരു സ്വേച്ഛാധിപത്യമല്ല ഉള്ളത്, അതിന് പകരമായിട്ട് പാർലമെൻ്ററി ഡെമോക്രസിയാണ് അതിനെ ഇവർ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, അവർ കുറ്റം പറഞ്ഞിരുന്നു. ദ സോഷ്യലിസ്റ്റ് വാണ്ട് two things. First one is, if they come in power, the constitution must give them freedom to nationalize or socialize all private property without payment of compensation. സോഷ്യലിസ്റ്റുകൾ രണ്ട് തരത്തിലാണ് അവർ ആവശ്യപ്പെട്ടത്. അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ക്രിട്ടിസൈസ് ചെയ്ത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവർ സോഷ്യലിസ്റ്റുകൾ അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഭരണഘടനയിൽ അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം നൽകണം. അതായത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ ഒരു കോമ്പൻസേഷനും നൽകാതെ നാഷണലൈസ് ചെയ്യുക, സോഷ്യലൈസ് ചെയ്യാൻ അവർക്കുള്ള ഒരു ഫ്രീഡം നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. Another thing they want is that the fundamental rights mentioned in the constitution must be absolute and without any limitations, so that if their party fails to come into power, they would have the unfettered freedom not merely to criticize but also to overthrow the state. വേറൊരു കാര്യം അവരാവശ്യപ്പെട്ടത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തികച്ചും അബ്സല്യൂട്ടായിരിക്കണം, പൂർണ്ണമായിരിക്കണം. അതിനൊരു ലിമിറ്റേഷൻസോ ഒരു പോരായ്മ ഉണ്ടായിരിക്കരുത്. അവരെങ്ങാനും അധികാരത്തിൽ വരാൻ അത് സോഷ്യലിസ്റ്റിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം വേണം, ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫ്രീഡം അവർക്ക് വേണം. ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമല്ല, സ്റ്റേറ്റിനെ തന്നെ ഓവർത്രോ ചെയ്യാൻ ഉള്ള ഒരു ഫ്രീഡം, റൂൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ദ കോർ വാല്യൂസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ആർ സെൻട്രൽ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ആണ്. ദ ടെക്സ്റ്റ് അക്നോളജസ് ദ challenge of realizing the principle of one man, one vote, one value, social and economic structure to deny the principle, questioning how long contradictions in social and economic equality can persist. അതായത് പിന്നീട് ഈ ഒരു ടെക്സ്റ്റിൽ ചലഞ്ച് ചെയ്യുന്ന, അതായത് ഒരു റിയലൈസിങ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സ്ട്രക്ചർ ആ ഒരു പ്രിൻസിപ്പിളിനെ എതിർക്കുന്നുണ്ട്, ഡിനൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എത്ര കാലം ഈ ഒരു കോൺട്രാഡിക്ഷൻ, ഈ ഒരു എതിർപ്പ്, ഈ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഈക്വാലിറ്റി, ഈ ഒരു എതിർപ്പ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. Fraternity is defined as a sense of common brotherhood of all Indians, aiming to unite diverse people and foster solidarity. ഫ്രറ്റേണിറ്റി ഇതിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഒരു കോമൺ ബ്രദർഹുഡ്, അതായത് ഇന്ത്യക്കാർക്കിടയിലെ ഒരു സാഹോദര്യം, പീസ്ഫുള്ളി ഒരു യൂണിറ്റി, ഒരു ഐക്യത്തോട് കൂടിയിട്ട് എല്ലാവരും ജീവിക്കുക. അതായത് ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഡിഫറെൻറ്റ് പീപ്പിൾ, പലതരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ദൃഢതയോട് കൂടി ഒരുമിച്ച് ജീവിക്കുക, ഐക്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ദിസ് കോൺസെപ്റ്റ് ഇൻസ്പയർഡ് ബൈ ജെയിംസ് ബ്രൈസ്
അക്കൗണ്ട് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് പ്രസൻറ്റഡ് ആസ് ക്രൂഷ്യൽ ഫോർ എ ട്രൂലി ഡെമോക്രാറ്റിക് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ജെയിംസ് ബ്രസീസ് അക്കൗണ്ടിൽ നിന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ. Finally addresses the concept of India as a nation. It highlights the historical struggle to solidify India's identity, drawing parallel with the American experience. പിന്നീട് ഇന്ത്യ ഒരു നേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യ ഒരു ഐഡൻറ്റിറ്റി കൈവരാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ സ്ട്രഗിളിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ അമേരിക്കൻ എക്സ്പീരിയൻസുമായിട്ട് ഇത് പാരലൽ ചെയ്യുന്നുണ്ട്. എ സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച് നോട്ടഡ് ഈസ് കാസ്റ്റ് സിസ്റ്റം വിച്ച് അൺലൈക്ക് ദ absence of a caste problem in the United States divides Indian society and is deemed anti-national. അതായത് അമേരിക്കയിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല, ജാതി സമ്പ്രദായം അമേരിക്കയിലില്ല, ഇന്ത്യയിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഈ ഒരു കാസ്റ്റ് പ്രോബ്ലം അത് അവിടെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൊസൈറ്റിനെ നാഷണൽ എന്ന് പറയാനുള്ള കാരണം. Concludes with the responsibility for preserving independence and democratic values lies with the citizens themselves, urging them not to blame others for any future shortcomings. അതുപോലെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസ്, അതായത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ്, ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഷോർട്ട് കമ്മിങ്സ് മീൻസ് ഇനി എന്തെങ്കിലും കുറവുകൾ ഭാവിയിൽ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ ഡെമോക്രാറ്റിക് വാല്യൂസ്, നമ്മുടെ ഇൻഡിപെൻഡൻസ് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള നിലക്ക് പ്രിസർവ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ദിസ് എക്സെപ്റ്റ് ഈസ് എ പ്രൊഫൗണ്ട് റിഫ്ലക്ഷൻ ഓൺ ദ ബർത്ത് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻസ്, ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ഇറ്റ്സ് ക്രിയേഷൻ. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റ് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബർത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു ബർത്ത്, അതിൻ്റെ ക്രിയേഷൻ, അതിൻ്റെ ഫൗണ്ടേഷൻസ്, അതുപോലെ അത് ഒരുപാട് ആളുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അതിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്രിയേഷനിൽ. ഇതൊക്കെയാണ് ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത്. ഓക്കെ.